ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുവാണ്. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ചെന്നൈയിലെ ആവടിയിലുള്ള പരുത്തിപ്പട്ട് ലേക്ക് പാർക്കാണ്. നമ്മൾ ഈ കാണുന്നതാണ് പരുത്തിപ്പട്ട് ലേക്ക് പാർക്കിൻ്റെ എൻട്രൻസ് വ്യൂ. ചെന്നൈയിൽ നിന്ന് ഏകദേശം 23 കിലോമീറ്ററാണ് ഈ ലേക്ക് പാർക്കിലേക്കുള്ള ദൂരം. ഈ പേരിലുള്ളതുപോലെ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലേക്കും പാർക്കൊക്കെ ഉള്ളൊരു പ്ലേസ് ആണിത്. നമ്മൾ ഫാമിലി ആയിട്ട് പോയാൽ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ എൻജോയ് ചെയ്യാനും ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയ നല്ലൊരു ലേക്ക് പാർക്കാണിത്. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ അത് ബോട്ടിംഗ് ആണ്. ഇവിടെ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5:30 വരെയാണ് ബോട്ടിങ്ങിനായിട്ടുള്ള ടൈം കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ ബോട്ടിങ്ങിനായിട്ടുള്ള ടിക്കറ്റ് എടുക്കുന്നത്. മുതിർന്നവർക്ക് 59ഉം കുട്ടികൾക്ക് 29ഉം ആണ് ഇവിടുത്തെ ബോട്ടിംഗ് ചാർജ്. അതുമാത്രമല്ല 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇവിടെ ബോട്ടിംഗ് അലൗഡ് അല്ല. അതുപോലെ തന്നെ 60 വയസ്സിന് മേലെയുള്ള മുതിർന്നവർക്ക് ഇവിടെ ബോട്ടിംഗ് അലൗഡ് അല്ല കേട്ടോ. അപ്പോൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഉള്ളിലേക്ക് പോവുകയാണ്. ബോട്ടിങ്ങിൻ്റെ ടിക്കറ്റ് കളക്ട് ചെയ്യാനായിട്ട് ഇവിടെ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ടിക്കറ്റ് വാങ്ങിയ ശേഷം നമ്മൾ അകത്തേക്ക് വിട്ടു. ബോട്ടിങ്ങിനായിട്ട് വരുന്നവർക്കെല്ലാം ഇരിക്കാനുള്ള സൗകര്യമെല്ലാം ഇവിടെയുണ്ട്. നമ്മൾ കുറച്ചു നേരം ഇവിടെ ബോട്ടിങ്ങിനായിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഇവിടെ 4 മെമ്പേഴ്സിനുള്ള ഫാമിലി ബോട്ടും 2 മെമ്പേഴ്സിന് പോകാൻ പറ്റിയ മറ്റു ബോട്ടുകളൊക്കെ അവൈലബിൾ ആണ്. നല്ല വിശാലമായിട്ടുള്ള ഒരു ലേക്കാണ് ഇവിടെ ഉള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ ഇവിടെ ബോട്ടിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത് പെഡൽ ബോട്ടുകളാണ്. നമ്മുടെ സേഫ്റ്റിക്ക് ആവശ്യമായ ലൈഫ് ജാക്കറ്റ്സ് എല്ലാം ഇട്ടതിന് ശേഷം മാത്രമാണ് നമ്മളെ അവർ ബോട്ടിങ്ങിനായിട്ട് വിടുന്നത്. നമ്മുടെ ചാൻസ് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാനുള്ള സൗകര്യമെല്ലാം ഇവിടെയുണ്ട്. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ ചാൻസ് വന്നു. ഞങ്ങൾ ബോട്ടിൽ കയറാൻ പോവുകയാണ്. എല്ലാവരും സേഫ്റ്റിക്കായിട്ടുള്ള ജാക്കറ്റൊക്കെ ഇട്ട് റെഡിയായി. നമ്മളിവിടുന്ന് ബോട്ടിങ്ങിനായിട്ട് പോകുമ്പോഴേക്കും ഇവിടുത്തെ ഒരു സ്റ്റാഫ് കൂടെ നമ്മുടെ കൂടെ ഉണ്ടാവും. അത് നമ്മുടെ സേഫ്റ്റിക്കായിട്ടാണ്. അതുമാത്രമല്ല, നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ അവർ നമുക്ക് പെഡൽ ചെയ്ത് തരുന്നതാണ്. ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ ബോട്ടിങ്ങിന് ആൾ കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞപ്പോൾ നല്ല തിരക്കായിട്ടുണ്ട്. ശരിക്കും വലിയൊരു ലേക്കാണ് കേട്ടോ ഇവിടെ ഉള്ളത്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ ലേക്കിൽ നിറയെ ഫിഷ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ബോട്ടിങ്ങിനായിട്ട് പോകുമ്പോൾ ഇവിടെയുള്ള പക്ഷികളെയും കാണാം. അപ്പോൾ ബോട്ടിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴെല്ലാം വളരെ ശ്രദ്ധ വേണം. പിന്നെ നമ്മൾ വീക്കെൻഡിൽ പോവാതെ മറ്റു ദിവസങ്ങളിൽ പോയാൽ ഇവിടെ തിരക്ക് കുറവായിരിക്കും. ഇനി നമുക്ക് ഈ ലേക്കിലെ കാഴ്ചകളെല്ലാം ഒന്ന് കാണാം.
ബോട്ടിങ്ങിന് ശേഷം നമ്മൾ ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ള പാർക്കിലേക്കാണ് പോയത്. ഇനി നമുക്ക് പാർക്കിലെ കാഴ്ചകളെല്ലാം ഒന്ന് കാണാം. പിന്നെ ഈ ബോട്ടിങ്ങിൻ്റെ ഇടതുവശത്തായിട്ട് ജോഗിങ്ങിനും യോഗ ചെയ്യാനൊക്കെ വരുന്നവർക്കായിട്ട് പ്രത്യേക ഒരു ഏരിയ ഉണ്ട്. ഇവിടെ ഗാർഡനൊക്കെ വെച്ച് നല്ല ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. അതുമാത്രമല്ല ഇവിടെ വരുന്നവർക്കായിട്ട് വാഷ്റൂം ഫെസിലിറ്റീസ് ഇവിടെ അവൈലബിൾ ആണ്. നല്ല വിശാലമായ വാക്കിംഗ് ഏരിയ തന്നെ നമുക്കിവിടെ കാണാം. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.